കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് കുഞ്ഞുമായി പുഴയിൽ ചാടിയ അമ്മ മരിച്ചത് വെങ്ങര നടക്കുംതാഴെ സ്വദേശി റീമയാണ്. ആത്മഹത്യയ്ക്ക് കാരണം ഗാർഹിക പീഡനമെന്നാണ് ആരോപണം. 2016 മുതൽ റീമയും ഭർത്തൃ വീട്ടുകാരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നതായി അയൽവാസി പറയുന്നു. 3 ദിവസം മുൻപാണ് റീമയുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത്. 3 വയസ്സുള്ള മകൻ ഋഷിപ് രാജിനായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, നമ്മൾ കൊല്ലത്തെ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ വിശദമായി. അപ്പോഴാണിപ്പോൾ കണ്ണൂരിൽ നിന്ന് സമാനമായ രീതിയിലൊരു വാർത്തയുണ്ടാകുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനായുള്ള തെരച്ചിൽ ഏതു വിധത്തിലാണ്? ബിനിൽ, ഏതായാലും ഈ ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് ഇന്ന് പുലർച്ചെ 1:30 ഈ റീന 2.5 വയസ്സുള്ള മകനുമായി പുഴയിലേക്ക് ചാടുന്നത്. അല്പസമയം മുൻപ് കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് റീനയുടെ മൃതദേഹം കണ്ടെത്തി. പക്ഷേ കുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഇന്ന് പുലർച്ചെ 1:30 ഈ ചെമ്പല്ലിക്കുണ്ട് പാലത്തിന് സമീപത്തേക്ക് സ്കൂട്ടർ ഓടിച്ചെത്തിയതിന് ശേഷം സ്കൂട്ടർ കുറച്ച് ദൂരെ മാറ്റി നിർത്തിയതിന് ശേഷം കുഞ്ഞുമായി ഈ പുഴക്കരയിലേക്ക് എത്തുകയും ഈ പാലത്തിൻ്റെ മുകളിൽ കയറി കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് ഒരു ഷാൾ ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം പുഴയിലേക്ക് ചാടുകയുമായിരുന്നു. ഈ റീനയുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിൽ ആ ഷാൾ കെട്ടിയ നിലയിലുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് ഈ താഴേക്ക് വീഴുന്നതിനിടെയോ മറ്റോ വേർപെട്ട് പോയി. ആ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ സ്കൂബ സംഘവും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട്. ഈ റീനയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങൾ, ഭർത്തൃ വീട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസിൽ പരാതി നൽകി എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളുമുണ്ട്. ഈ കുഞ്ഞ് ഉണ്ടായതിനു ശേഷം തന്നെ ഇവർ തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല ഭർത്തൃ വീട്ടുകാരും റീനയും തമ്മിൽ എന്നാണ് നമുക്ക് അയൽവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭർത്താവ് കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുകയും തുടർന്ന് ഈ കുഞ്ഞിനെയും റീനയെയും കൂട്ടി ചില സ്ഥലങ്ങൾ കാണാൻ പോവുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനുശേഷം തിരിച്ചെത്തിയപ്പോൾ ഈ കുഞ്ഞിനെ തനിക്ക് വേണം എന്നൊരാവശ്യം ഭർത്താവ് ഉന്നയിച്ചു എന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ അയൽവാസികൾ പറയുന്നത്. നിഖിൽ, ആ പാലത്തിന് മുകളിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാണിച്ചാൽ, എന്നിട്ട് നമുക്ക് വിവരിച്ചാൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും. ഇപ്പോൾ നിൽക്കുന്ന ഈ കൈവരിക്ക് സമീപത്ത് വെച്ചാണ് ചാടുന്നത് അവർ അങ്ങോട്ട്. ഈ കൈവരിയിൽ നിന്ന് ഇവിടെ ചാരി നിന്നുകൊണ്ട് പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാൾ ഉപയോഗിച്ച് കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് കെട്ടിയത്. അങ്ങനെ വീഴുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ഒഴുക്കിൽപ്പെട്ടപ്പോഴോ കുട്ടി അവിടെ നിന്ന് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിനുശേഷം ഈ പാലത്തിൻ്റെ മറുവശത്തേക്ക് താഴ്ഭാഗത്തേക്ക് ഒഴുകി പോവുകയായിരുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററോളം മാറിയുള്ള കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഈ പുഴയുടെ ഈ പാലത്തിൻ്റെ താഴ്ഭാഗത്തോട് ചേർന്ന് നടത്തുകയാണ്. ശരി നിഖിലെ, അവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല അടിയൊഴുക്കും ഉണ്ടാകും അല്ലേ? അടിയൊഴുക്ക് ചെറിയ തോതിലുണ്ട്, പക്ഷേ ആഴം കുറഞ്ഞ ഒരു പുഴയാണ്. ഈ മഴയായതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെള്ളം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ പുഴയിൽ ഇറങ്ങി തന്നെയുള്ള തിരച്ചിലാണ് നേരത്തെ പറഞ്ഞ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. കുഞ്ഞിനുള്ള ഋഷപ്പിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു നാട്ടുകാരൻ്റെ പ്രദേശവാസിയുടെ പ്രതികരണമുണ്ട്, അത് കേൾക്കാം. തെരച്ചിലിൻ്റെ ഒപ്പം ഞങ്ങളും പങ്കുചേർന്നു. എന്നാലും ഒരു തെളിവും കിട്ടിയില്ല. ഒരു ഗാർഹിക പീഡനം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അച്ഛൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ വന്നത്. 3 ദിവസം മുമ്പേ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ കുട്ടിയെ എടുത്ത് പുറത്ത് കറങ്ങാൻ വേണ്ടി പോയി. ഈ അമ്മയും കുട്ടിയുടെ കൂടെ പോയിരുന്നു. അതിനുശേഷം കുട്ടി എനിക്ക് വേണം, ഇന്നെ വേണ്ട എന്നുള്ളൊരു സംഭാഷണം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അമ്മയുടെയും കുട്ടിയുടെയും ജീവനാണ് നമ്മുടെ ഈ ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ പൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അത് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് നമുക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നമുക്ക് പറയാനുള്ളത്.